പാലക്കാട്ടെ CPM വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കും. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മൂവ്മെന്റ് എന്ന പേരിലാണ് പാർട്ടി രൂപീകരിക്കുക. മാർച്ച് 5-ന് പാലക്കാട് ആദ്യ കൺവെൻഷൻ ചേരും. PK ശശിയും യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. പുതിയ പാർട്ടി UDF-മായി സഹകരിക്കും. അല്ല, അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല പുള്ളി. ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലെ CPIM-ൽ അസംതൃപ്തരായവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. അത് മാർച്ച് 5-ന് ഈ പാലക്കാട് പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞങ്ങളൊരു കൺവെൻഷൻ, പ്രവർത്തകരുടെ ഒരു കൺവെൻഷൻ, അല്ലാതെ ജനപങ്കാളിത്തത്തോടു കൂടിയല്ല. സാജിദ ജുമൽ വിവരങ്ങൾ നൽകും. സാജിദ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ CPM വിമതരുടെ പാർട്ടി രൂപീകരണം CPM-ന് വലിയ തലവേദന ഉണ്ടാക്കുമോ? PK ശശി എന്ത് നിലപാട് സ്വീകരിക്കും? ഇതിനൊപ്പം ചേരുമോ എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ട കാര്യങ്ങളാണ്. ജിൽസി, CPM-മായി അഭിപ്രായ വ്യത്യാസമുള്ള നിരവധി ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട്. ഞാനുള്ളത് കൊഴിഞ്ഞാമ്പാറയിലാണ്. കൊഴിഞ്ഞാമ്പാറയിൽ ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷിൻ്റെ നേതൃത്വത്തിൽ UDF-മായി ചേർന്ന് മത്സരിക്കുകയും CPM-ന്റെ ഭരണം തന്നെ താഴെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങിയ നിരവധി മേഖലകളിലുണ്ട്. ഈ എല്ലാ ആളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു സംവിധാനമാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. സതീഷ് എന്നോടൊപ്പം ഉണ്ട്, M. സതീഷ് എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ പല ആളുകൾ, അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ ഒറ്റ ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അല്ല, നിരവധി അസംതൃപ്തർ ഈ പാലക്കാട് ജില്ലയിൽ CPIM-നകത്തുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മാർച്ച് 5-ാം തീയതി അതിൻ്റെ ഒരു കൂട്ടായ്മ ഞങ്ങൾ ആലോചിക്കും. അസംതൃപ്തരായിട്ടുള്ളവരുടെ ഒരു കൺവെൻഷൻ എന്ന നിലയിൽ പ്രവർത്തകരുടെ മാത്രമായിട്ടുള്ള ഒരു കൺവെൻഷനാണ് ഇപ്പോൾ കൂട്ടായ്മയായി രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. CPM-ൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുടെ ഒരു കൺവെൻഷനാണ്. CPIM-ന്റെ രാഷ്ട്രീയത്തിനകത്ത് അവർ ഉയർത്തുന്ന ചില തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള നിരവധി അസംതൃപ്തരുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ്. ഇപ്പോൾ ഈ PK ശശി നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാകുമോ? അദ്ദേഹത്തെയും ഉൾപ്പെടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു തീരുമാനമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചർച്ച നടത്തിയിരുന്നു അദ്ദേഹം? ഇല്ല, അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഫോണിൽ സംസാരിച്ചതാണ്, ആലോചിക്കാം, കാണാമെന്നല്ലാതെ മറ്റ് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമൊന്നും അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉൾപ്പെടെ അസംതൃപ്തരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ മാർച്ച് 5-ന് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു കൺവെൻഷനായിട്ട് വിളിക്കാൻ തീരുമാനിച്ചു. സുരേഷിന്റെ കാര്യം? സുരേഷ് ഉൾപ്പെടെ എല്ലാവരെയും, അസംതൃപ്തരായിട്ടുള്ള എല്ലാവരെയും, ഇപ്പോൾ തന്നെ നിലവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് അടിമകളായിട്ട് എത്ര കാലം അവർക്ക് നിൽക്കാൻ പറ്റും? അങ്ങനെയുള്ളവരെല്ലാം പ്രതികരിച്ച് പുറത്തു വരുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പാർട്ടിയുടെ ഭാഗമായി സജീവമായി നിൽക്കുന്ന നേതൃതലത്തിലുള്ള ആളുകൾ പോലും നിങ്ങളോടൊപ്പം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും, അസംതൃപ്തരായ നല്ല കമ്മ്യൂണിസ്റ്റുകളായ ഒരാൾക്കും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി കൊണ്ടുപോകുന്ന നേതൃത്വത്തിനകത്ത് നിൽക്കാൻ പറ്റില്ല. അത് നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് ആരുടെയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല. അവർ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞങ്ങൾ പറയുന്ന ജോലി ചെയ്താൽ മതി, ഞങ്ങളുടെ അടിമകളായി നിങ്ങൾ നിന്നോളണം. കമ്മ്യൂണിസ്റ്റ് അടിമകളാക്കി കുറേ പ്രവർത്തകരെ, നല്ല ഉസിലുള്ള സഖാക്കളെ മാറ്റിയതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉള്ള നിരവധി ആളുകൾ ഈ ജില്ലക്കകത്തുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്.